സമരപ്രഖ്യാപനത്തിന് പിന്നാലെ റേഷൻ വ്യാപാരികളെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ച സർക്കാർ. ഇന്ന് ധനകാര്യമന്ത്രിയുടെയും ഭക്ഷ്യമന്ത്രിയുടെയും നേതൃത്വത്തിൽ വ്യാപാരി സംഘടനകളുമായി ചർച്ച നടത്തും. 2 മണിയോടെ ഓൺലൈനായിട്ടാണ് യോഗം ചേരുക. വേതന വർധനവടക്കമുള്ള ആവശ്യങ്ങൾ പ്രധാന വിഷയമാകും. ഈ വരുമാനത്തിൽ നിന്നും വ്യാപാരികൾ എന്തെല്ലാം ചെയ്യണം? കടവാടക, സെയിൽസ്മാൻ്റെ ശമ്പളം, മറ്റു ചെലവുകൾ, ലൈസൻസ് ഫീസ്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഞങ്ങളുടെ ദൈനംദിന ചെലവുകൾ, ഇതെല്ലാം കഴിച്ചാൽ ഒരു വ്യാപാരിക്ക് ബാക്കിയാകുന്നത് 4,000 മുതൽ 6,000 വരെയാണ്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടണം. റേഷൻ വ്യാപാരിയുടെ അവസ്ഥ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് 2 കുടുംബമുണ്ട്. അതാണ് 2 കുടുംബമാണ്. 2 കുടുംബം ഞങ്ങൾക്കുണ്ട്, വ്യാപാരിയും സെയിൽസ്മാനും. ഈ 2 കുടുംബം ജീവിക്കുന്നത് ഈ തുച്ഛമായ വരുമാനം കൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കടവാടകയിൽ സെയിൽസ്മാൻ്റെ ശമ്പളം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ബാക്കിയില്ലാത്ത അവസ്ഥ. ഞങ്ങളെ ക്ഷേമനിധി എന്താ? ക്ഷേമമില്ലാത്ത ക്ഷേമനിധി. വാർത്തയുടെ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, റേഷൻ വ്യാപാരികൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയെക്കുറിച്ചാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്. 30,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് പ്രശ്നമെന്നാണ് ഭക്ഷ്യമന്ത്രി അടക്കമുള്ളവർ റേഷൻ വ്യാപാരികളോട് ചോദിക്കുന്നത്. അവരുടെ പ്രശ്നങ്ങളാണ് നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്തത്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന് കഴിയുമോ? വലിയൊരു സമസ്യ തന്നെയാണ്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളോട് സർക്കാർ കാണിക്കുന്ന ഈ സമീപനം സംസ്ഥാനത്തിനാകെ വരുത്തിവെക്കാൻ പോകുന്നു എന്നുള്ളതിൽ തർക്കമില്ല. പ്രത്യേകിച്ച് 27-ാം തീയതി മുതൽ അനിശ്ചിതകാലത്തേക്ക് റേഷൻ കടകൾ അടച്ചിടുമെന്ന ഒറ്റ നിലപാടിൽ ഉറച്ച വ്യാപാരികൾ മുന്നോട്ട് പോവുകയാണ്. അതിന് ഒരു പരിഹാരം കാണാൻ കഴിയുമോ എന്നുള്ള രീതിയിലാണ് ഇന്ന് യോഗം വിളിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. റേഷൻ വ്യാപാരികൾ അത് അല്പസമയത്തിനുള്ളിൽ അതിൻ്റെ തീരുമാനം അറിയിക്കാമെന്നുള്ളതാണ് അവർ അറിയിച്ചിട്ടുള്ളത്. യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിനൊടുവിലായിരിക്കും മന്ത്രിമാർ, പ്രത്യേകിച്ച് ഭക്ഷ്യമന്ത്രിയും ധനമന്ത്രിയും ചേർന്ന് വിളിച്ചിരിക്കുന്ന ഓൺലൈൻ യോഗത്തിൽ പങ്കെടുക്കണമോ എന്നുള്ളൊരു കാര്യത്തിൽ അവർ അന്തിമ നിലപാട് കൊണ്ടുവരിക. എന്തായാലും അത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലൊരു വലിയ പ്രശ്നമായി വ്യാപാരികൾ എടുത്തു കാണിക്കുന്ന വിഷയം അവരുടെ വേതന പരിഷ്കരണമാണ്. 2017 മുതൽ ഒരേ നിരക്കിൽ വേതനവുമായി മുന്നോട്ട് പോകാൻ ഇനി വ്യാപാരികൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. ഭീമമായ കടവാടക, വൈദ്യുതി ചെലവ്, ഒപ്പം തന്നെ ഒരു സെയിൽസ്മാനെ നിർത്തണം, അങ്ങനെയുള്ള ചെലവുകളെല്ലാം കഴിയുമ്പോൾ വളരെ തുച്ഛമായ പണമാണ് തങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഈ വ്യാപാരികൾ പറയുന്നത്. അപ്പോഴാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസ്താവന പുറത്തു വരുന്നത്. അതായത് സംസ്ഥാനത്തെ 10,000-ലധികം റേഷൻ വ്യാപാരികൾക്ക് മാസം 30,000 രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവരാണ് എന്നുള്ളത്. ഇത് ഖണ്ഡിച്ചുകൊണ്ടൊരു കണക്ക് ഇപ്പോൾ ഈ റേഷൻ വ്യാപാരികൾ പുറത്തുവിട്ടിട്ടുണ്ട്. അവർ പറയുന്ന കണക്ക് പ്രകാരം സംസ്ഥാനത്തെ ഏതാണ്ട് 13,607 ലൈസൻസുകളിൽ 8,655 പേരും 25,000 രൂപയിൽ താഴെ മാത്രം വരുമാനമുള്ളവരാണ് എന്നുള്ളതാണ് ഒരു കണക്ക് അവർ പുറത്തുവിട്ടത്. 25,000-നും 30,000-നും ഇടയിൽ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന അതിൽ തന്നെ 1,600-ഓളം പേരുടെ വരുമാനം 28,000 രൂപയിൽ താഴെ മാത്രമാണ്. പിന്നെ എങ്ങനെയാണ് ഇത്തരമൊരു സുവ്യക്തമായ കണക്ക് സർക്കാരിൻ്റെ കയ്യിലുണ്ടായിട്ടും ഭക്ഷ്യമന്ത്രി ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് തൊഴിലാളികളും റേഷൻ വ്യാപാരികളും ഒക്കെ ചോദിക്കുന്നത്. നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്നതാണ്. അദ്ദേഹം ടി മുഹമ്മദ് അലി, റേഷൻ ഡീലേഴ്സിൻ്റെ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചുമതലക്കാരനാണ്. അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ കിട്ടുന്ന പൈസയിൽ നിന്നും കൃത്യമായി ഒരു കുടുംബത്തിന് കഴിഞ്ഞു പോകാനുള്ള ഒരു തുക കണ്ടെത്താൻ കഴിയുക. കാരണം കടവാടകയുണ്ട്, സെയിൽസ്മാൻ്റെ ശമ്പളമുണ്ട്, വൈദ്യുതി ചാർജ് ഉണ്ട്. ഇതെല്ലാം വീട്ടിയിട്ട് വേണം തങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ. വളരെ തുച്ഛമായ പൈസയുമായി മാത്രം മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം. പലവട്ടം സർക്കാരിനെ കണ്ട ഈ വിഷയങ്ങൾ സൂചിപ്പിച്ചു, സമരങ്ങൾ ചെയ്തു. അപ്പോഴൊന്നും ഒരു പരിഗണന സർക്കാർ നൽകുന്നില്ല. മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതാണ് വേതന പാക്കേജ് പരിഷ്കരണം. ഒടുവിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഒരു നടപടി ഉണ്ടാകാതെ വന്നതോടുകൂടിയാണ് ഈ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഒരു അവസ്ഥ വന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യാപാരികൾ പറയുന്നത്. എന്തായാലും ഈ സർക്കാർ വിളിച്ച ചർച്ചയിൽ, മന്ത്രിതല ചർച്ചയിൽ റേഷൻ വ്യാപാരികൾ വീണ്ടും പങ്കെടുക്കുമോ എന്നതിൽ അല്പസമയത്തിനുള്ളിൽ ഒരു തീരുമാനമുണ്ടാകും. നീലിമ. പ്രജിത്ത്, അതുപോലെ ഭക്ഷ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം, സർക്കാരിൻ്റെ പ്രതിസന്ധിയെക്കുറിച്ച് പലതവണ അവരെ അറിയിച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധി സർക്കാർ മറികടക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്നൊരു നിലപാടാണ് GR അനിൽ കഴിഞ്ഞ ദിവസം വരെ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ച കൊണ്ട് ഈ പ്രശ്ന പരിഹാരം സാധ്യമാകുമെന്ന് കരുതാൻ കഴിയുമോ?
വ്യാപാരികൾ നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം ഭക്ഷ്യമന്ത്രിയുമായി മാത്രം ഇനി ഒരു ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി വിളിച്ചാൽ അതിന് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളതായിരുന്നു റേഷൻ വ്യാപാരികൾ നേരത്തെ സ്വീകരിച്ച നിലപാട്. ഇന്ന് ധനമന്ത്രിയും കൂടി ചേർന്ന് ഒരു ഓൺലൈൻ യോഗം വിളിച്ചിരിക്കുന്നു. ഇതിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ അത് വ്യാപാരികളുടെ നിലപാട് നിർണായകമാണ്. എന്തായാലും ഈ സമീപനം സർക്കാർ സ്വീകരിക്കുന്ന ഒരു സമീപനത്തോട് അവർക്ക് വലിയ എതിർപ്പുണ്ട്. 2017-18 കാലം തൊട്ടുള്ള ഒരു നിരക്കുമായി ഈ വ്യാപാരി സമരപ്രഖ്യാപനത്തിന് പിന്നാലെ റേഷൻ വ്യാപാരികളെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് സർക്കാർ. ഇന്ന് ധനകാര്യമന്ത്രിയുടെയും ഭക്ഷ്യമന്ത്രിയുടെയും നേതൃത്വത്തിൽ വ്യാപാരി സംഘടനകളുമായി ചർച്ച നടത്തും. പ്രജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.